കൂട്ടുകാരെ, ഇത് 4ാമത്തെ ഇലക്കറിയാണ് ഇതിൻ്റെ പേര് നമ്മളിവിടെ പറയുന്നത് ചെടിച്ചീര എന്നാണ്. നിങ്ങളുടെ അവിടെ എന്താ ഇതിനെ പറയുന്നതെന്ന് പറയണേ. എനിക്കിതിൻ്റെ വേറെ പേരൊന്നും അറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ പേരറിയുന്നൊരു കമൻറ്റ് ഇടണേ. നല്ല തിരിഞ്ഞ് ഇത് വേഗം അരിഞ്ഞ് തോരൻ വെക്കാവേ. നമുക്ക് വേഗം ഇത് അരിഞ്ഞ് തോരൻ വെക്കാവേ. ഞാൻ അരിഞ്ഞിട്ട് പുഴും കാണിച്ചിടാം കേട്ടോ. ഇതാ ഇല അരിഞ്ഞു വെച്ചേ ആ ചീര. അതിനേക്കുള്ള ചെറിയുള്ളിയും കാന്താരിയും ഇവിടെ മുറിച്ചിട്ടെ. ഇതാ ഞാൻ തോരനിലേക്കുള്ള തേങ്ങയും വെളുത്തുള്ളി, ചെറിയുള്ളി, കാന്താരിമുളക്, ഉണക്കമുളക് വറുത്തിടാൻ നല്ലതാണെന്ന് പറഞ്ഞേ. അതുകൊണ്ട് ഞാൻ അതും കൂടി ഇടുന്നുണ്ടേ. അപ്പോൾ നമുക്ക് വേഗം ചീഞ്ചട്ടി വെച്ചിട്ട് ഞാൻ വെച്ചു. എണ്ണ ഒഴിക്കാം. ചീഞ്ചട്ടി കൂട്ടായി എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി നമുക്ക് കടുകിടാതെ കടുക് കൂട്ടും. കുറച്ച് അരിയും കൂടി ഇടാം. ഇതിനകത്തേക്ക് നമുക്ക് വെളുത്തുള്ളിയും ഉള്ളിയും ഉണക്കമുളക് അതും ഇടാം. നമുക്ക് ഏകദേശമായി നമുക്ക് ചീരേൻ്റെ എടുത്തിടാം. ാക്കിപ്പോയേ ഓണൊക്കെ മറന്നുപോയി. തേങ്ങയൊന്നും കാണിക്കാൻ പറ്റിയില്ല. കുറച്ചും കൂടെ ചീരയുണ്ട്. അതും കൂടെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പുറത്ത് പോയി. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം അതിനകത്ത്. മഞ്ഞളും ഉപ്പും മിക്സാക്കി ഇളക്കി എല്ലാം യോജിപ്പിച്ചു. ഇനി മൂടി വെച്ച് വേവിക്കാം നമുക്ക്. ഞാൻ വേകട്ടെ. നമുക്ക് എന്തായി നോക്കാം. ഞാൻ ഇടയ്ക്ക് ഇളക്കിയിട്ടത് കേട്ടോ. കണ്ടിട്ട് നല്ല സൂപ്പറാണ്. ഞാൻ വെച്ച് കഴിച്ചിട്ടില്ല. അമ്മയൊക്കെ വെച്ചിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് പോയി കഴിച്ചു നോക്കാം. ചോറ് തിന്നാൻ സമയമായിട്ടില്ല. ടേസ്റ്റ് നോക്കാം. കഴിച്ചു നോക്കാം. ഞാനെന്ന് അറിയാലോ, സ്വന്തമായിട്ട് വെച്ചതല്ലേ. നമ്മൾ മറ്റുള്ള ചീരകുന്നത് ടേസ്റ്റ് വ്യത്യാസമുണ്ട്. എന്നാലും നല്ല രസമുണ്ട് കേട്ടോ. ആ വെളുത്തുള്ളിൻ്റെയും ചുവന്നമുളകിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരുമ്പോൾ കളറും ഉണ്ട്. ഓക്കെ, മറ്റേ നമ്മുടെ സാധാ ചീരൻ്റെ എന്തെങ്കിലും കളറുണ്ട്. എല്ലാവരും വെച്ച് നോക്കണേ. എങ്ങനെയുണ്ടെന്ന് അഭിപ്രായമൊക്കെ പറയണേ. ശരി, ടാറ്റ. എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.